UDFന്റെ ഭാഗമാകുമെന്ന പ്രതീക്ഷയിൽ തൃണമൂൽ കോൺഗ്രസ്. അൻവർ കോൺഗ്രസ് തർക്കത്തിൽ തിരക്കട്ട ചർച്ചകൾ തുടരുകയാണ്. ഒരു പകൽ കൂടി കാത്തിരിക്കാമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. VD സതീഷിനോട് അയവില്ലെന്ന് PV അൻവർ ഇന്നും സൂചന നൽകി. അനുരഞ്ജനത്തിന് സമയമുണ്ട് എന്നും അൻവർ നിരാശനാകേണ്ടി വരില്ല എന്നും UDF കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞു. വളരെ ഉത്തരവാദിത്തപ്പെട്ട UDFന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പകലിലാണ് PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്നത്. വഴിത്തിരിവായത് ലീഗ് നേതാക്കൾ അടക്കമുള്ളവരുടെ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള അവസാനവട്ട ശ്രമങ്ങൾ. അപ്പോഴും UDF ഘടകകക്ഷി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് PV അൻവർ. 3 സമുദായ നേതാക്കളുടെയും പിന്തുണ തനിക്കുണ്ടെന്നും ഘടകകക്ഷി എന്ന ആവശ്യം ന്യായമെന്നും PV അൻവർ പറഞ്ഞു. ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിൻ്റെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന, ഈ സമൂഹത്തിൽ ശാന്തിയും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന 3 സാമുദായിക ലീഡർഷിപ്പാണ് എന്നെയായിട്ട് ബന്ധപ്പെട്ടത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരണമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് അത് കൊടുക്കണ്ടേ? അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. നിലവിലെ സാഹചര്യം വിലയിരുത്തി തുടർ തീരുമാനങ്ങൾക്കായി TMC പ്രവർത്തക സമിതി യോഗം ചേർന്നു. പ്രശ്നപരിഹാരമില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരവുമായി മുന്നോട്ടെന്നാണ് TMC യോഗ തീരുമാനം. അതേസമയം സമവായത്തിന്റെ സൂചനകളാണ് UDF കൺവീനർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണങ്ങൾ. PV അൻവറും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യവും അതുപോലെ തന്നെ UDF എന്നുള്ള നിലയിൽ കോൺഗ്രസും ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യം ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നതാണ് ഇപ്പോഴെന്റെ പ്രതീക്ഷ. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് UDF ആയിട്ട് സഹകരിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. PV അൻവറിനെ പിണക്കി മുന്നോട്ട് പോയാൽ തിരിച്ചടിയാകുമെന്ന UDF നേതൃത്വത്തിന്റെ വിലയിരുത്തലാണ് പ്രശ്നപരിഹാര ചർച്ചകൾക്ക് തുടക്കമായത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്നതോടെ തന്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകുമെന്ന് PV അൻവറും കണക്കുകൂട്ടുന്നു. എന്തായാലും ഇന്നത്തെ പകൽ തീരുന്നതോടെ കോൺഗ്രസ് അൻവർ തർക്കം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ മാത്രം. നിലമ്പൂരിൽ നിന്ന് ഷബീർ ഒമർ, ടീം മീഡിയ 1.